ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങളുടെ എനർജി എനിക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണോ? ഈ വ്യക്തിയുടെ സത്യാവസ്ഥ അറിയാം. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനുമായിട്ട് ഈ റീഡിംഗ് കാണുക. അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊരു എനർജിയിലാണ് നിൽക്കുന്നത്, സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ റീഡിംഗ് മുഴുവനുമായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എനർജി നമുക്ക് നോക്കാം. ഈ പേഴ്സൺ ഏതൊരു മെന്റാലിറ്റിയോട് കൂടിയാണ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സ്റ്റേ ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ് എന്നാണ്. പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ഫെയ്ത്ത് വിൽ ബ്രിങ് യു റൊമാൻസ് എന്നാണ്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു എന്താ പറയുക, ഒരു സ്ഥിരതയുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുമായിട്ട് പലതരത്തിലും എപ്പോഴും പിണങ്ങുന്നുണ്ടാകാം. പിണക്കങ്ങൾ നിങ്ങൾക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം. മര്യാദക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവിടെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കുക, നെഗറ്റീവായിട്ട് നിങ്ങൾ രണ്ടുപേരും പെരുമാറുക, തല്ല് പിടിക്കുക, ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും പോസിറ്റീവോടു കൂടിയും മുന്നോട്ട് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രണയബന്ധത്തിലേക്ക്, നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിലേക്ക് എത്രമാത്രം ശുഭാപ്തി വിശ്വാസത്തോടു കൂടി, ആത്മവിശ്വാസത്തോടു കൂടി, സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നുവോ അത്രയും ആത്മാർത്ഥതയോടു കൂടി മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശുഭാപ്തി വിശ്വാസം, ചിലപ്പോൾ പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കാം നിങ്ങളുടെ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷകളെയൊക്കെ നഷ്ടപ്പെടുത്തുന്നതും അല്ലെങ്കിൽ പ്രതീക്ഷകളെയൊക്കെ എന്താ പറയുക, നല്ല രീതിയിൽ തടസ്സപ്പെടുത്തുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പേഴ്സൺ പലപ്പോഴും തളർന്നു പോകുന്നുണ്ട്, തകർന്നു പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ചിലപ്പോൾ അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, ശത്രുക്കളുടെ ആ ഒരു കടന്നാക്രമണമായിരിക്കാം. ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വാക്ക് തർക്കം ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും, നോ കോണ്ടാക്റ്റിലേക്ക് പോകും, ബ്രേക്കപ്പിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു അവസ്ഥ ഒന്ന് മാറ്റിയെടുക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി, പോസിറ്റീവ് മൈൻഡ് സെറ്റോടു കൂടി മുന്നോട്ട് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതാണ് നമുക്കിവിടെ ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ് നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയിട്ടുള്ളത്. അതുപോലെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുമായിട്ട് മിണ്ടാതിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വഴക്കിട്ടിരിക്കുകയാണെങ്കിൽ ഓക്കെ, അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് ചിന്തിക്കാനായിട്ട് ഈ വ്യക്തി തയ്യാറല്ല. ഓക്കെ, അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്നുള്ളൊരു മെന്റാലിറ്റി മാറ്റി വെച്ചിട്ട് നിങ്ങളുമായിട്ട് ഒന്നിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ഓക്കെ, എന്തൊക്കെ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ വഴികൾ നേടിയെടുക്കാൻ പറ്റുമോ, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ പരിഹാരങ്ങൾ കണ്ടെത്താൻ പറ്റുമോ അതെല്ലാം കണ്ടെത്താനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ വീണ്ടും പഴയതുപോലെ കോണ്ടാക്റ്റിന് വരാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ് നമുക്കിതിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. പുതിയ പുതിയ വഴികൾ തുറക്കപ്പെടാനും, പുതിയ പുതിയ അവസരങ്ങൾ തുറക്കപ്പെടാനും, പുതിയ വാതിലുകൾ തുറക്കപ്പെടാനും വേണ്ടിയിട്ട്
ഈ വ്യക്തി കാത്തിരിക്കുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ഈ വ്യക്തിനെ പുറമേ നിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊന്നും തോന്നിയില്ല എന്ന് വരാം. ഓ, ഈ പേഴ്സൺ ഒന്നും ചെയ്യുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ ഇയാൾക്ക് അല്ലെങ്കിൽ ഇവൾക്ക് എന്നോട് താല്പര്യമില്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിക്കുന്നുണ്ടാകാം. പക്ഷേ അത് താല്പര്യമുണ്ട്. അതിന് അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പേഴ്സൺ വളരെയധികം ഇമോഷണൽ ആയിട്ട് വളരെയധികം ഡൗൺവേർഡ് ആകുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കലും ഈ പേഴ്സണ് വളരെയധികം സന്തോഷത്തോടു കൂടിയൊന്നും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഒരിക്കലും അങ്ങനെ സന്തോഷത്തോടു കൂടിയൊന്നും ഇരിക്കാനൊന്നും പറ്റത്തില്ല. ഈ പേഴ്സൺ പെട്ടെന്ന് ഇമോഷണൽ ആവും, പെട്ടെന്ന് ഒറ്റപ്പെടും. ഇനാക്ടിവിറ്റി ആണ് കാണിക്കുന്നത്. കാരണം ചിലപ്പോൾ ഒന്നും ചെയ്യണ്ടാവില്ല, ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിട്ടൊന്നും പുറത്തേക്ക് പോകണ്ടാവില്ല. ഇനിയിപ്പോൾ പുറമെ അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അത് അഭിനയമാണ്. ബിക്കോസ് ഞാൻ ഹാപ്പിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഓരോ അഭിനയങ്ങളാണ്. അതുപോലെ തന്നെ ഈ പേഴ്സന്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ, സ്വന്തമായിട്ട് ഇപ്പോൾ നല്ല സ്മാർട്ടായിട്ട് നടക്കുക, നല്ല വസ്ത്രം ഒക്കെ അണിഞ്ഞ് നടക്കുക, നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിനോടൊന്നും ഈ പേഴ്സണ് താല്പര്യമില്ലാതെ ആകും. അതായത് ഈ പേഴ്സനെ, ഈ വ്യക്തിയെ അസ്വസ്ഥതപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സന് പിന്നെ സ്വസ്ഥത കാണില്ല. ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് ആണ് അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ ഒരിക്കലും സന്തോഷത്തോടു കൂടി ഇരിക്കാൻ പറ്റില്ല. വളരെ ഐസോലേറ്റഡ് ആയിട്ടിരിക്കും, ഒറ്റപ്പെട്ടിരിക്കും. ഒന്നും ചെയ്യാനും ഒരു കാര്യവും ചെയ്യാനും താല്പര്യം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ട്, വളരെ ഇമോഷണൽ ആയിട്ട്, വളരെ വിഷമിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ചിലപ്പോൾ ഈ പേഴ്സന്റെ ഇമോഷൻസ് ഒന്നും പുറമേ കാണിക്കില്ലായിരിക്കാം, വിഷമങ്ങളൊന്നും ചിലപ്പോൾ പുറമേ കാണിക്കില്ലായിരിക്കാം. ഞാൻ ഓക്കെ ആണ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കാം. അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് തന്നെ കരയുകയും സ്വന്തം ഫീലിങ്സ് പുറമേ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. എന്തു ആയിക്കോട്ടെ, ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഡിസേർവിംഗ് ആണ്. അതായത് പലപ്പോഴും ഈ വ്യക്തിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എന്താ പറയാ, അതായത് ഈ പേഴ്സണ് ഇപ്പൊ നമുക്ക് തോന്നിക്കില്ലേ, അതായത് ഞാൻ ഇതിന് അർഹിക്കപ്പെട്ട വ്യക്തിയാണോ, ആ ഒരു കാര്യത്തിൽ നമുക്ക് പലപ്പോഴും സംശയം തോന്നിക്കും. അപ്പോൾ ഈ പേഴ്സന്റെ സംശയവും അത് തന്നെയാണ്. അതായത് നിങ്ങൾ അർഹിക്കപ്പെട്ട വ്യക്തിയാണോ, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ അർഹിക്കപ്പെട്ട വ്യക്തിയാണോ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള വേറൊരാളെ കിട്ടുമോ, ഈ പേഴ്സൺ നിങ്ങൾക്ക് ചേർന്ന ഒരാളാണോ, ഈ പ്രണയബന്ധം നിങ്ങൾക്ക് രണ്ടുപേർക്കും ചേർന്നതാണോ എന്നിങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി വരുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പേഴ്സൺ തിരിച്ചറിയുന്ന ഒരു തിരിച്ചറിവ്, ഒരു സത്യം എന്ന് പറയുന്നത്, ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അർഹിക്കപ്പെട്ട ഒരു പ്രണയബന്ധം ആണ്. ഓക്കെ, പലപ്പോഴും ഈ പേഴ്സന് തോന്നിയിട്ടില്ല. കാരണം ഇപ്പൊ വേറെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചേർന്ന വ്യക്തിയാണോ ഈ പേഴ്സൺ എന്ന് ഈ വ്യക്തിനോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയത്തില്ല എന്ന് ഈ പേഴ്സൺ പറയത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ അത്തരം സംശയങ്ങളെല്ലാം ഈ പേഴ്സൺ മാറ്റി വെച്ചിട്ട് വളരെ കോൺഫിഡൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ഇല്ലാണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ മാറി നിൽക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സന് സങ്കടം വരുന്നുണ്ട്, ഈ പേഴ്സന് വിഷമം വരുന്നുണ്ട്, ഈ പേഴ്സൺ വല്ലാതെ അപ്സെറ്റ് ആകുന്നുണ്ട്. ഓക്കെ, കാരണം ഈ പേഴ്സൺ അത് ഹേർട്ട് ആവുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്, മനസ്സിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ തിരിച്ചറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കണക്ഷൻ ഡിസേർവിംഗ് ആണ്. ബിക്കോസ് രണ്ടുപേർക്കും ഒരേപോലത്തെ ഫീലിങ്സ് ആണുള്ളത്, ഒരേപോലത്തെ ടെൻഡൻസി ആണുള്ളത്, ചിന്തകളാണുള്ളത്, തീരുമാനങ്ങളാണുള്ളത്, ആഗ്രഹങ്ങളാണുള്ളത്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഈ ഒരു പ്രണയബന്ധത്തിൽ അർഹിക്കപ്പെട്ട വ്യക്തികളാണ് എന്ന് തന്നെയാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. ഈ പേഴ്സൺ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, പുതിയ പുതിയ വഴികൾ വേണ്ടിയിട്ട്. കാരണം ഈ പേഴ്സൺ എന്തൊക്കെയോ കരിയർ പരമായിട്ടൊക്കെ, അല്ലെങ്കിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പഠിത്തത്തിന്റെ എന്തൊക്കെയോ കാര്യത്തിൽ ഗുഡ് ന്യൂസ് വന്നിട്ടുണ്ട്, സന്തോഷ വാർത്തകൾ വന്നിട്ടുള്ളതായിട്ട് കാണിക്കുന്നു, അല്ലെങ്കിൽ വരാൻ പോകുന്നു. അല്ലെങ്കിൽ ഈ പേഴ്സണ് ജോലി സംബന്ധമായിട്ട് എന്തൊക്കെയോ പ്രൊമോഷൻസോ അല്ലെങ്കിൽ എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്, എന്തൊക്കെയോ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. അത് അധികം വൈകാതെ നിങ്ങളുടെ അടുത്തേക്ക് വരും, നിങ്ങളോട് പറയും.
അല്ലെങ്കിൽ നിങ്ങളത് അറിയും. ഓക്കെ, ഈ പേഴ്സൺ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് ചിലപ്പോൾ വിദേശത്ത് പോവാൻ തയ്യാറെടുപ്പുകൾ എടുക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ട്, നല്ലൊരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇതെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കരിയർ പരമായിട്ടും നല്ല രീതിയിൽ ഉയർന്നു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറും കൂടി ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ ഡാർക്ക് തോട്ട്സ് ആണ്, അതായത് കോൺഷ്യസ്നെസ് ആണ്. ഡാർക്ക് തോട്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇരുണ്ട ചിന്തകളെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ നമുക്ക് ഈ ഒരു കാർഡ് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് എന്താ പറയാ, ഭയങ്കരമായിട്ടൊരു എന്താ പറയാ, മോശപ്പെട്ട ചിന്തകളിലോട്ടൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ നിങ്ങൾ മിണ്ടാതിരിക്കുകയാണെങ്കിലും, നിങ്ങളായിട്ട് നോ കോണ്ടാക്ട് ഒക്കെ ആണെങ്കിലും പെട്ടെന്ന് അപ്സെറ്റ് ആവുകയും പെട്ടെന്ന് ഡൗൺ ആവുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വിഷമിക്കുകയൊക്കെ ചെയ്യും, ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. പക്ഷെ അതിൽ നിന്നൊക്കെ ഈ പേഴ്സൺ ഇപ്പൊ കരകയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തെ ആസ്വദിക്കാനും ജീവിതത്തെ പോസിറ്റീവായി കാണാനും അവനവന്റെ കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യാനും തുടങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അതായത് അപ്സെറ്റ് ആയിട്ടിരിക്കാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല. ഇപ്പൊ നിങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വിഷമം വരും, ഉറപ്പായിട്ടും വിഷമം വരും, ഒറ്റപ്പെട്ടിരിക്കും, ഇമോഷണൽ ആകും, എല്ലാം ചെയ്യും. പക്ഷെ അതിനുശേഷം ഈ വ്യക്തി ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുശേഷം ഈ വ്യക്തി പുതിയ പുതിയ ചിന്തകളിലേക്ക്, പുതിയ പുതിയ തീരുമാനങ്ങളിലേക്ക്, അഭിപ്രായങ്ങളിലേക്ക് ഈ വ്യക്തി വരുന്നുണ്ട്. ഓക്കെ, അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഔട്ട് ഓഫ് ബാലൻസ് ആണ്, ഓവർ വർക്ക്ഡ് ആണ് കാണിക്കുന്നത്. ഈ പേഴ്സന്റെ ഒരു കറണ്ട് എനർജി ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒരുപാട് നിൽക്കുന്നത് നന്നായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെയാണ്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്, ഒരുപാട് ചിലപ്പോൾ 2-3 ജോലികൾ ഒരേ സമയം അല്ലെങ്കിൽ ഒരേ ദിവസം ചെയ്യുന്നുണ്ടാകാം. ഒരുപാട് പണം ഉണ്ടാക്കണം എന്നുള്ളൊരു മെന്റാലിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ കരിയർ സെക്യൂർ ആക്കണം എന്നുള്ളൊരു മെന്റാലിറ്റി ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഒരുപാട് എന്താ പറയാ, ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ പേഴ്സന്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അത് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഈ പേഴ്സന്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതുപോലെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. പക്ഷെ ആ ഉത്തരവാദിത്തങ്ങൾ എല്ലാം തന്നെ എന്താ പറയാ, നല്ല രീതിയിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാ തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും നല്ല രീതിയിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ കത്തി അമരുന്ന ഒരു ഇതിനെയാണ്, ഒരു സാഹചര്യത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ അവിടെ നിന്ന് പോലും ഈ വ്യക്തി ആ ഒരു ക്യാമറ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു കാര്യം വെച്ചുകൊണ്ട് ദൂരേക്ക് നോക്കുകയാണ്, രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള വഴിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു രക്ഷപ്പെടാനുള്ള ആ ഒരു മനസ്സാണ്. അത് ഈ വ്യക്തിക്ക് നന്നായിട്ടുണ്ട്. അതെന്തൊക്കെ പ്രശ്നങ്ങൾ ലൈഫിലുണ്ടെങ്കിലും, എന്തൊക്കെ സ്ട്രഗിളിങ് ഉണ്ടായാലും ഈ പേഴ്സണ് അതൊക്കെ ആ ഒരു രക്ഷപ്പെടണം, തൻ്റെ ലക്ഷ്യത്തിലെത്തണം, തൻ്റെ ജീവിത വിജയത്തിലേക്ക് എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ വ്യക്തി എന്തായാലും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, കാരണം നിങ്ങളായിട്ടുള്ള ഒരു ലൈഫാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് ലഭിച്ചിട്ടുള്ളത്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.